കെട്ടിട നിർമ്മാണ ചട്ടം പാലിക്കാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീട്ടു നമ്പർ നൽകുന്നില്ലെന്ന പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ UDF സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയത്. 100 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് താൽക്കാലിക റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്നായിരുന്നു ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിന്റെ കണ്ണായ ഭൂമിയായ ഇക്ക നഗറിലും രാജീവ് ഗാന്ധി കോളനിയിലും 202 പേർക്കാണ് കെട്ടിട നമ്പർ നൽകിയത്. ഈ പട്ടികയിൽ അനർഹരും കടന്നുകൂടി. ഇതേക്കുറിച്ച് റിപ്പോർട്ടർ വാർത്ത നൽകിയിരുന്നു. താൽക്കാലിക കെട്ടിട നമ്പർ ഉപയോഗിച്ച് വൻകിട റിസോർട്ടുകൾ നിർമ്മിച്ചവർ ഇവിടെ ഉണ്ടെന്നായിരുന്നു രേഖകൾ സഹിതം റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് മൂന്നാർ പഞ്ചായത്ത് അന്വേഷണം നടത്തുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. മഹാത്മാഗാന്ധി കോളനിയിലും ഇക്ക നഗറിലും താൽക്കാലിക നമ്പർ നൽകിയിട്ടുള്ള വ്യക്തികൾ ബഹുനില കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട് എന്ന് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത നാളുകളിൽ തന്നെ ആ പരിശോധന നടത്തി അത് സംബന്ധിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളുകയും അങ്ങനെ അനധികൃതമായ ആരെങ്കിലും നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നടപടിയാണ് റവന്യൂ വകുപ്പും തദ്ദേശ സ്ഥാപനവും ഈ ഉത്തരവിന്റെ മറവിൽ നടത്തിയിരുന്നത്. എന്നാൽ ഇത്തരക്കാരെ കണ്ടെത്തുവാൻ യാതൊരുവിധ നടപടികളും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടർ വാർത്ത നൽകിയത്. VS ഹൈദരലി, റിപ്പോർട്ടർ, ഇടുക്കി.